വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് മത്സരവേദിയിൽ നിന്ന് കാര്യവട്ടം പുറത്ത് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് അവസരം നഷ്ടപ്പെടാൻ കാരണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വിഷയത്തിൽ പരസ്പരം പഴിചാരുകയാണ് സർക്കാരും KCAയും. ഈ വർഷാവസാനം മെസ്സി അടങ്ങുന്ന അർജന്റീനിയൻ സംഘം പന്ത് തട്ടാൻ എത്തുമെന്ന് മന്ത്രി വാഗ്ദാനം നൽകിയ സ്റ്റേഡിയത്തിനാണ് ദുരവസ്ഥ. കൃത്യമായി പരിപാലിക്കാത്തത് കാരണം അന്താരാഷ്ട്ര മത്സരങ്ങളും IPL-ഉം നഷ്ടമായി. ഇപ്പോഴിതാ രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ് മത്സരവും. നേരത്തെ BCCI സമർപ്പിച്ച പ്രാഥമിക പട്ടികയിൽ സ്റ്റേഡിയം ഇടം പിടിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഫിക്സ്ചറിൽ കാര്യവട്ടം ഒഴിവാക്കപ്പെട്ടു. 5 മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള അവസരമാണ് ഇതോടെ നഷ്ടമായത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയിൽ പരസ്പരം പഴിചാരുകയാണ് സർക്കാരും കേരള ക്രിക്കറ്റ് അസോസിയേഷനും. സ്റ്റേഡിയം ഒരുക്കേണ്ടത് കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റി ലിമിറ്റഡിന്റെ ചുമതലയാണെന്നാണ് KCAയുടെ വാദം. എഗ്രിമെന്റ് പ്രകാരം സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര മത്സരത്തിനുള്ള ഫെസിലിറ്റിയോട് കൂടി അവർ ഇങ്ങോട്ട് തരേണ്ടതാണ്. പ്ലേയിങ് ഏരിയ ആണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അത് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കുറേയധികം സീറ്റുകൾ മാറ്റി. പലയിടത്ത് ലീക്ക് ഉണ്ടായിരുന്നു, പ്ലേയേഴ്സിന്റെ ഡ്രസ്സിംഗ് ഏരിയയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡോറ്, ടോയ്ലറ്റ്സ് ഇതെല്ലാം ശരിയാക്കേണ്ടി വന്നു. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞ് അവര് ഇതാക്കി. അതെല്ലാം നമ്മൾ തന്നെ ആ ചെലവ് മുഴുവൻ നമ്മൾ തന്നെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയാക്കാൻ വേണ്ടി 2017 മുതൽ 18 കോടി രൂപ ചെലവഴിച്ചെന്ന് KCA ഭാരവാഹികൾ പറയുന്നു. സിനിമാ ചിത്രീകരണത്തിനും പൊതുപരിപാടികൾക്കും വിട്ടു നൽകുന്നതിനാൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ കൂടുതൽ മോശമായെന്നും ആരോപണമുണ്ട്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുന്നതിനുള്ള അംഗീകാരമടക്കം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഉത്തരവാദിത്തം KCAയ്ക്കാണെന്നാണ് KSFLന്റെ മറുപടി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.